സ്ട്രെയിറ്റ്ലി നമ്മൾ നോക്കുമ്പോഴത്തേക്കും സ്റ്റിയറിംഗും ഡാഷ്ബോർഡും മുതുകളെല്ലാം തന്നെ ഈസി ആയിട്ട് ഇതിന് അടി തട്ടാൻ കൈയൊക്കെ തട്ടാനുള്ള സാധ്യത കൂടുതലായതാണ് ഇതിന്റെ റിലയബിലിറ്റിയെ പറ്റി സംസാരിക്കുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള. എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2019 മാരുതി സുസുക്കി എൻട്രി ലെവൽ കാറുകളിലേക്ക് കൊണ്ടുവന്നിരുന്ന ഒരു വാഹനമാണ് ഈ എസ്പ്രസോ എന്ന് പറയുന്നത്. അപ്പോൾ എസ്പ്രസോയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. കാഴ്ചയിൽ ഇവനെ കാണാനായിട്ട് വളരെ കുഞ്ഞനായിട്ട് തോന്നുമെന്നുണ്ടെങ്കിലും ശരിക്കും ഇതിൻ്റെ റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായമാണ്. എസ്പ്രസോ എന്ന് പറയുന്ന മോഡൽ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും പുതിയൊരു സെഗ്മെൻറ്റിന് തന്നെ മാരുതി സുസുക്കി തിരികൊളുത്ത് വിടുകയായിരുന്നു. മിനി SUV എന്നാണ് ആളുകൾ ഇതിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ കുറേയധികം വാഹനങ്ങളും ഇറങ്ങാൻ തുടങ്ങി. എന്ത് തന്നെ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വാഹനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു SUVയുടെ ഫീൽ തന്നെ തരുന്നുണ്ട്. അതായത് ഒരു ലാർജർ ഫയലിനെ നമ്മൾ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമോ അതേപോലെയാണ് ഈ പറയുന്ന നമ്മുടെ എസ്പ്രസോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് ആയിക്കോട്ടെ, സൈഡ്, അതേപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് എല്ലാം തന്നെ ഒരു SUVയുടെ സ്റ്റാൻസുമായിട്ട് ഒരുപാട് ബന്ധത്തിലുണ്ടായിരിക്കും. അപ്പം നമുക്കിതിനെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഈ വാഹനത്തിൻ്റെ ലുക്കിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഗ്രില്ല് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സിംഗിൾ ഹോൾ ഗ്രില്ലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ തന്നെ നമുക്ക് കസ്റ്റം ചെയ്യാനായിട്ട് പറ്റും. നമുക്കത് ഫാക്ടറിയിൽ നിന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ക്രോം എലമെൻറ്റ്സ് നമുക്ക്, അതായത് ക്രോമിൻ്റെ ആക്സൻസ് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഈ ഗ്രില്ലിൻ്റെ സെൻട്രലായിട്ട് സുസുക്കിയുടെ ലോഗോ വരുന്നുണ്ട്. ഈ ഒരു പോർഷനൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ SUVയുടെ സ്റ്റാൻസ് വരുന്നുണ്ട്. നമ്മൾ ജീപ്പ് കോമ്പസിലൊക്കെ കാണുന്ന പോലെ ആ ഒരു സ്റ്റാൻസ് വരുന്നുണ്ട്. ലൈക്ക് മാരുതി സുസുക്കിയിൽ തന്നെ ഇവർ ഒരു അർബൻ SUV എന്ന് പറഞ്ഞൊന്നും ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഇഗ്നിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇഗ്നിസിൻ്റെ ഗ്രില്ലും ഒക്കെ ആയിട്ട് ഇതിന് നല്ല സാമ്യം വരുന്നുണ്ട്. ദെൻ കുറച്ചുകൂടെയൊക്കെ ഫ്രണ്ടിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ബമ്പേഴ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് എയർ ഡാംസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എയർ ഡാംസ് സെറ്റ് ചെയ്തിരിക്കുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബമ്പറിലാണ്. ഈ ഒരു പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബമ്പർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് എയർ ഡാംസുകൾ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെയൊക്കെ SUVയുടെ ലുക്കിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ബമ്പർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ നിന്ന് കുറച്ചുകൂടെയൊക്കെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോർമൽ ഹാലജൻ ലൈറ്റ്സ് ആണ്. അതിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണാം. ദെൻ ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ആ ഒരു ബ്ലാക്ക് കുറച്ചുകൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ടാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് സ്പോർട്ടി ആയിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ സൈസ് ഉണ്ടായിരുന്നെങ്കിലും അന്യായ റോഡ് പ്രസൻസ് വരുന്ന ഒരു വാഹനമാണ് എസ്പ്രസോ എന്ന് പറയുന്നത്. ഓവറോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു കമാൻഡിങ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. ആ ഒരു SUVയുടെ സ്റ്റാൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനം ഫ്രണ്ടിൽ നിന്ന് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ചെറിയ വാഹനമായിരുന്നിട്ട് പോലും ഈ റോഡിൽ ഈ വാഹനത്തിന് നല്ല പ്രസൻസ് കിട്ടുന്നത്. ഇതിന് നിരവധി കളറുകളിൽ ഈ വാഹനം അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസിലേക്ക് വരുമ്പോഴത്തേക്കും K10 സീരീസിൽ വരുന്ന എഞ്ചിൻ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ എഞ്ചിൻ ബേ ഒന്ന് നമുക്കൊന്ന് കാണാം. ഇതാണ് എസ്പ്രസോയുടെ എഞ്ചിൻ എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എഞ്ചിൻ 1,40,000 കിലോമീറ്റേഴ്സ് ഓടിയിരിക്കുന്ന എഞ്ചിനാണ് കാണുന്നത്. ഇതിൻ്റെ ഈ എഞ്ചിനിലേക്ക് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇത് K10 സീരീസിൽ വരുന്നതാണ്. എയർ ഫിൽറ്റേഴ്സ് നമുക്ക് ടോപ്പിലാണ് വരുന്നത്. നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ബാറ്ററി പ്ലേസ് ചെയ്തിരിക്കുന്ന ഏരിയ, ECM, ഫ്യൂസ് ബോക്സ് എല്ലാം തന്നെ ടോപ്പിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല വാട്ടർ വെയ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ എയർ നോസ് വന്നിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സക്ക് ചെയ്യുന്ന എയർ ഈ ഒരു പോർഷനിലേക്ക്, വാട്ടർ ഡയറക്റ്റ് ഇത് വരത്തില്ല. ദെൻ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ക്യാബിൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എഞ്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 69 PS പവർ നമുക്കൊരു 5600 RPM ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 90 Nm ടോർക്ക് നമുക്ക് 3500 RPM കിട്ടും. പവർ ഡെലിവറി എന്ന് പറയുന്നത് ഈ ഒരു ഫിഗേഴ്സ് ആണ്. പിന്നെ ഈ ഒരു എഞ്ചിൻ 2 ഫ്യൂൽ ഓപ്ഷൻസിൽ നമുക്കുണ്ടാവും. ഒന്ന് CNG-യിലും 2 പെട്രോളിലും മാത്രമേ നമുക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നുള്ളൂ. സോ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റാൻസിന് ഞാൻ പറഞ്ഞൊരു SUVയുടെ സ്റ്റാൻസ് കൃത്യമായിട്ട് സൈഡ് പ്രൊഫൈലും മാരുതി സുസുക്കി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതായത് വീലാർച്ച് വരുമ്പോഴത്തേക്കും ഒരു സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള വീലാർച്ച് കൊടുത്തിട്ടുണ്ട്. R14 ആണ് ഇതിൻ്റെ റിം സൈസ് എന്ന് പറയുന്നത്. 165/70 ആണ് ഇതിൻ്റെ ടയർ പ്രൊഫൈൽ വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു വീലാർച്ചിനുള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ തന്നെ ടയർ അവർ പ്രൊഫൈൽ ചെയ്തിട്ടുണ്ട്. ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ORVMസിലല്ല വരുന്നത്, ബോഡിയോട് ചേർന്നിട്ടാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. ഈ ഒരു ബ്ലാക്ക് ഗ്ലാഡിങ് നമുക്ക് ചുറ്റിനും കൊടുത്തിട്ടുണ്ട്. അത് ഒരു ക്രോസ് ഓവർ SUVയുടെ ഫീൽ കൃത്യമായിട്ട് തരുന്നുണ്ട്. 3565 mm ആണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 180 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ചെറിയൊരു വണ്ടിയായിട്ട് ഒരു 180 mm ഗ്രൗണ്ട് ക്ലിയറൻസും മാരുതി സുസുക്കി ഇതിന് ഓഫർ ചെയ്യുന്നുണ്ട്.
2380 ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് വരുന്നത് മാക്ഫേഴ്സൺ സ്ട്രട്ടും അതേപോലെ തന്നെ ബാക്കിൽ നമുക്ക് ടോർഷൻ ബീം സസ്പെൻഷൻസുമാണ് നൽകിയിരിക്കുന്നത്. സോ 2380 എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം തന്നെ മാരുതി സുസുക്കി ഓഫർ ചെയ്യുന്നുണ്ട്. 1567 ആണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഡോറുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം വലിപ്പമേറിയ ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. സോ ഏകദേശം 90 ഡിഗ്രി തന്നെ വരുന്നുണ്ട്. നമുക്ക് എക്സിറ്റ് ആൻഡ് എൻട്രൻസ് വളരെ സുഖമായിട്ട് നമുക്ക് നടക്കും. ഇതല്ലേ സിംപിളി നമുക്ക് വാഹനത്തിനുള്ളിലേക്ക് കയറാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ ഗ്ലാസ് പാർട്ടുകളെല്ലാം തന്നെ വലിപ്പമേറിയ ഗ്ലാസ് പാർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. റിയർ ഡോറുകളാണെന്നുണ്ടെങ്കിലും ശരി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈഡറായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻ പാർട്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കർവുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഷാർപ്പായിട്ടുള്ള കർവുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് കുറച്ച് സ്ലീക്കി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ റണ്ണിംഗ് ബോർഡിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഫ്രണ്ട് ഗ്രില്ലിനോട് തോന്നുന്ന ആ ഒരു സാമ്യമുള്ള പാർട്ടുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു മാറ്റ് ഫിനിഷിൽ നമുക്ക് ആ ഒരു ഡിസൈനും മാരുതി സുസുക്കി കൊടുത്തിട്ടുണ്ട്. റിയറിലും അതേപോലെ തന്നെ വീലാർച്ചിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. റിയറിലേക്ക് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർഗേറ്റ് നിൽക്കുന്ന സ്പോയിലർ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ തന്നെ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിലെ ഗ്രില്ലിൽ കണ്ടിരുന്ന പോലെ തന്നെ സിംഗിൾ ഇതായിട്ട് കൊടുത്തിരിക്കുന്നത്. ദെൻ നമുക്ക് ലാർജറായിട്ടുള്ളൊരു ബാക്ക് ഗ്ലാസുകൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നിടത്തെല്ലാം നമുക്ക് ആ ഒരു ക്യാരക്ടർ ലൈൻസ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതിനുള്ളിൽ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന റിയർ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഹാലജനിലാണ് വരുന്നത്. താഴ്ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ബമ്പറിലായിട്ട് നമുക്ക് 2 റിവേഴ്സ് ബട്ടൺസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്കൊരു ബ്ലാക്ക് കളർ ഫിനിഷാണ് വന്നിരിക്കുന്നത്. മാറ്റ് ബ്ലാക്ക് കളർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതായത് റിയറിൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടാനായിട്ട് AC-യുടെ ഫീല് കിട്ടാനായിട്ട് അതിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസൈൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. താഴ്ഭാഗത്തായിട്ട് ഫേക്ക് ആയിട്ടുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് നമുക്ക് ഫീൽ കൊടുത്തിട്ടുണ്ട്. ദെൻ റിയറിലെ ഡിസൈൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഇൻ ക്ലാസ് വാഹനമായിട്ട് തന്നെ നമുക്ക് മാരുതി സുസുക്കി എക്സ്പ്രസ്സോയെ പറയാൻ സാധിക്കും. റിയർ സീറ്റിൽ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് 5.2 ആണ് എൻ്റെ ഹൈറ്റ് വരുന്നത്. എൻ്റെ ഹൈറ്റിൽ ഞാൻ ഇരിക്കുമ്പോഴത്തേക്ക് ഇത് കണ്ടില്ലേ, ബാക്കിലെ സീറ്റ് മാക്സിമം നമ്മൾ ബാക്കിലേക്കാണ് ഇറക്കിയിട്ടിരിക്കുന്നത്. സോറി, ഫ്രണ്ടിലെ സീറ്റ് മാക്സിമം നമ്മൾ ബാക്കിലേക്ക് ഇറക്കിയിട്ടിരും. എനിക്കിതാ ഇത്രത്തോളം ലെഗ് റൂം വരുന്നുണ്ട്. തൈ സപ്പോർട്ട് കുറച്ച് കുറവാണ്, എന്നിരുന്നാലും നല്ല ലെഗ് റൂം വരുന്നുണ്ട്. അതേപോലെ തന്നെ വലിയൊരു ഹെഡ് റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഈ സെഗ്മെന്റിൽ ഇത്ര ഹെഡ് റൂം എനിക്ക് വേറൊരു വണ്ടിയിലോട്ടും തോന്നുന്നില്ല. അതേപോലെ തന്നെ ബാക്കിൽ നമുക്ക് പവർ വിൻഡോസ് വരുന്നില്ല, നമുക്ക് മാനുവലി തന്നെ നമ്മളത് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നില്ല, മാഗസിൻ ഹോൾഡേഴ്സ് ഒന്നും വരുന്നില്ല. ജസ്റ്റ് ഇവിടെ ഒരു ഗ്രാബ് റെയിൽ മാത്രം നൽകിയിട്ടുണ്ട്. ക്രിസ്മസോടെ ഈ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്കും 1000 cc ആണ് ആക്ച്വലി ഈ ഒരു എഞ്ചിൻ വരുന്നത്. 1000 cc എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മൾ ചിരിക്കുന്ന കാര്യമൊന്നും വരുന്നില്ല. ഈ ഒരു എഞ്ചിൻ വെച്ചിട്ട് തന്നെയാണ് ഇവരുടെ വാഗനാർ, ഒരു 1000 cc വാഗനാറൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ഏറ്റവും പുതിയ 2022 ഇതിന്റെ ഫേസ് ലിഫ്റ്റ് വന്നത്, ഇത് ഫേസ് 1 വരുന്നതാണ്. ഫേസ് ലിഫ്റ്റ് വന്നിരിക്കുന്ന വാഹനത്തിനകത്ത് ഡുവൽ ജെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഡുവൽ ജെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനത്തിനകത്ത് 3 സിലിണ്ടേഴ്സ് ആണ് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. ഈ ഒരു 3 സിലിണ്ടേഴ്സിനകത്ത് 2 ഇഞ്ചക്ടേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂവൽ എക്കണോമിയും കിട്ടും. അതേപോലെ തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പവർ ഡെലിവറിയും ഈ ഒരു വാഹനത്തിന് വരും. 1000 cc 69 PS പവറും അതേപോലെ തന്നെ 90 ന്യൂട്രൺ മീറ്റർ ടോർക്കും ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 2019 മോഡൽ ഈ ഒരു വാഹനം 1,41,000 കിലോമീറ്റർ ഒരു 1000 cc വണ്ടിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മാരുതി സുസുക്കിയുടെ റിലയബിലിറ്റിയെ പറ്റി സംസാരിക്കേണ്ടി വരും. കാരണം ഇത്രയും ചെറിയൊരു എഞ്ചിനായിട്ട് പോലും 141 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിരിക്കുന്നത്. സോ നമുക്ക് എവിടെ പോയാലും ഈ ഒരു വാഹനത്തിന് സർവീസ് ലഭിക്കും എന്നത് മറ്റൊരു വലിയ കാര്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ മാത്രം ഏകദേശം 340 മുകളിൽ സർവീസ് സെന്റേഴ്സ് മാരുതി സുസുക്കിക്കുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ഈ ലോക്കലിലുള്ള വർക്ക്ഷോപ്പുകളെല്ലാം തന്നെ ഇതിന്റെ സ്പെയറും കിട്ടും. അതേപോലെ തന്നെ ഈ വണ്ടി പണിയാനും അവർക്കറിയായിരിക്കും. അപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെൻസേഴ്സുകളോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നില്ല. മാത്രമല്ല, കോസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഡ്രൈവർ സൈഡ് എയർ ബാഗ് വരുവാണെന്നുണ്ടെങ്കിൽ പോലും 5500 രൂപയാണ് വന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ സസ്പെൻഷൻസ് അതിനൊക്കെ ഒരു 3000 രൂപ 2500 റേഞ്ചിലൊക്കെ നമുക്ക് കോസ്റ്റ് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അവർക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഉദ്ദേശിച്ചിറക്കിയിരിക്കുന്ന ഈ വണ്ടി ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സെക്കൻഡറി കാർ ആയിട്ടാണ് ആളുകൾ യൂസ് ചെയ്യുന്നത്. ഇവരുടെ ഈ ടൗൺ പർപ്പസ് കാര്യങ്ങളെല്ലാം തന്നെ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. കാരണം 5.1 ആണ് ഇതിന്റെ ടേണിംഗ് റേഡിയസ് വരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ 2 വണ്ടികൾക്കിടയിലേക്ക് ഈ സാധനം കയറ്റി ഇടണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള വിസിബിലിറ്റി ഉണ്ട്. കാരണം ഇതൊരു ബോക്സി ഡിസൈൻ ആയതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടുകളും നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ കമാൻഡിങ് ഡ്രൈവിംഗ് സീറ്റ് പൊസിഷൻ ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സേഫ്റ്റിയുടെ ഭാഗമായിട്ട് എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, EBD വരുന്നുണ്ട്, റിവേഴ്സ് സെൻസർ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം വരുന്നുണ്ട്. പിന്നെ ഇന്റലിജന്റ് സ്റ്റാർട്ട് സ്റ്റോപ്പും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എല്ലാം തന്നെ ഈ ഒരു വാഹനത്തിനകത്ത് ബേസിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ഓഫ് ചെയ്യാനായിട്ട്, ഡിഫോൾട്ടിൽ നമുക്ക് അത് ഓൺ ആയിട്ടായിരിക്കും വരുന്നത്, പക്ഷെ നമുക്കത് ഓഫ് ചെയ്യാനായിട്ടുള്ള സ്വിച്ച് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇത് കൂട്ടുള്ള നാരോ റോഡുകളിലൊക്കെ നമുക്ക് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നമുക്കിപ്പം കയറി പോകാൻ പറ്റും. ഈ ഒരു ചെറിയ ഗ്യാപ്പിനകത്തോട്ടൊക്കെ ഈ ഒരു വാഹനം ചുരുങ്ങിയ ഒരു ഗ്യാപ്പ് മതി നമുക്കിത് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. പിന്നെ സസ്പെൻഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്രയും സ്റ്റിഫി ആയിട്ടുള്ള സസ്പെൻഷൻസ് നല്ല കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ നമുക്ക് റൈഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഓൾമോസ്റ്റ് 180 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അപ്പൊ തന്നെ നമുക്കറിയാം കുറച്ചുകൂടെ പൊങ്ങിയായിരിക്കും നിൽക്കുന്നത്. ഈ ചെറിയൊരു 3600 അടുത്ത് മാത്രം ലെങ്ത് ഉള്ള ഒരു വാഹനം ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്നു. ആക്ച്വലി അങ്ങനത്തെ ഒരു പ്രശ്നമേ വരുന്നില്ല, വാഹനത്തിന്റെ സ്റ്റെബിലിറ്റി ഭയങ്കരമാണ്. പിന്നെ സ്റ്റിയറിംഗ് കുറച്ച് കട്ടിയുണ്ട്, കുറച്ച് ടൈറ്റ് ഫീല് നമുക്ക് വരുന്നുണ്ട് സ്റ്റിയറിംഗിനകത്ത്. സ്റ്റിയറിംഗിന്റെ കോലം കാണുമ്പോൾ തന്നെ അത് ഒരുപാട് ഓടിയ വണ്ടിയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഇതിനകത്ത് നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്. ഇവരുടെ ഓൾഡ് സ്കൂൾ ഡിസൈൻ തന്നെയാണ് സ്റ്റിയറിംഗിനകത്ത് വന്നിരിക്കുന്നത്. അതിനകത്ത് തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ബ്ലൂടൂത്ത് കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ വരുന്ന ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് 2 പവർ വിൻഡോസ് വരുന്നത് ഈ ഒരു പോർഷനിലായിട്ടായിരിക്കും. അങ്ങനെ സ്പേസ് കൂടുതൽ കിട്ടാനായിട്ട്. ഇപ്പോൾ നമുക്ക് പവർ വിൻഡോയും കൂടെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സ്പേസ് എടുക്കും. ആ സമയത്ത് നമ്മുടെ കൈയൊക്കെ തട്ടാനുള്ള സാധ്യത കൂടുതലായതാണ് ഇങ്ങനെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ 2 മിറേഴ്സ് നമുക്ക് മാനുവലിയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. മാനുവൽ AC കൺട്രോൾസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന്റെ സെൻട്രലായിട്ട് ഹസാർഡ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സെൻട്രൽ കൺസോൾ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് നോർമലി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന വാഹനങ്ങൾക്കൊക്കെ നമുക്ക് ലിവായ്ക്കുണ്ടായിരുന്നു, ടൊയോട്ട ലിവായിലുണ്ടായിരുന്നു ഈ ഒരു പോർഷനിലായിരുന്നു ഈ കൺസോൾ എല്ലാം വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ നേരെ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെയാണ് കൺസോൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റൗണ്ടൊക്കെ നമ്മുടെ മിനി കൂപ്പറിന്റെ ഡിസൈൻ അല്ലേ, മിനി കൂപ്പറിന്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു റൗണ്ട് ഇതായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഡുവൽ കളറിലാണ് ഡാഷ്ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് ആ ഒരു റൗണ്ട് ഫീൽഡിൽ അതിനുള്ളിലായിട്ട് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ നമ്മുടെ ഫ്യൂവല് കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി പറ്റും. അതിന്റെ കൺട്രോളിംഗ് സ്വിച്ച് നമുക്ക് ഇതിന് തൊട്ടടുത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ടാണ് ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പോർഷൻ ഫുൾ ആ റൗണ്ടിലാണ് കൊടുക്കുന്നത്. അതിന്റെ 2 വശങ്ങളിലായിട്ട് വിങ്സ് പോലെ AC-യുടെ ബ്ലോവേഴ്സ് കൊടുത്തിട്ടുണ്ട്. വശങ്ങളിലായിട്ട് 2 സൈഡിലുമായിട്ട് റൗണ്ടിലുള്ള AC-യുടെ ബ്ലോവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ വശങ്ങളിൽ മാത്രമായിട്ട് ആ ഒരു അലൂമിനിയം കോട്ടിങ് നമുക്കൊരു ആക്സെന്റ് ആയിട്ട് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്ത് നമ്മുടെ ഫോണ് അല്ലെങ്കിൽ വാലറ്റ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. അതിന്റെ താഴെയായിട്ട് ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. സെൽഫോണൊക്കെ വയ്ക്കാനായിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രസ്റ്റിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. പക്ഷേ അത്രയും സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനിയിപ്പം ഇതിന്റെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെറിയ ഇങ്ങനെ കുരുവിനാന്നുള്ള സ്വിച്ചസ് അല്ല നമ്മൾ കണ്ടത്. ഇതിനകത്ത് മാത്രം നമ്മൾ ഈ ജർമ്മൻ കാറുകളിലൊക്കെ കാണുന്ന പോലെ റോട്ടറി സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ആവും. ഹെഡ്ലൈറ്റിനെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു റൈറ്റ് സൈഡിൽ ഭാഗത്താണ്. അതിന്റെ തൊട്ട് മോൾ ഭാഗത്തായിട്ടും ഇതിനകത്തൊരു സ്റ്റോറേജ് സ്പേസും സുസുക്കി കൊടുത്തിട്ടുണ്ട്. സ്ട്രെയിറ്റ്ലി നമ്മൾ നോക്കുമ്പോഴത്തേക്കും സ്റ്റിയറിംഗും ഡാഷ്ബോർഡും മാത്രമേ നമുക്ക് വിസിബിൾ ആയിട്ട് ഉണ്ടാകത്തുള്ളൂ. പിന്നെ കമാൻഡിങ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഇതിന്റെ ഹുഡ് നമുക്ക് കാണാനായിട്ട് പറ്റും. ബോണറ്റ് നമുക്ക് കണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പ്രിസ്മാറ്റിക് IRVM കൊടുത്തിട്ടുണ്ട്. വാനിറ്ററി മിററുകൾ ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നില്ല. ഈവൻ ടിക്കറ്റ് ഹോൾഡേഴ്സ് പോലും കൊടുത്തിട്ടില്ല. ഇനിയിപ്പോ ഇത് AMD ട്രാൻസ്മിഷൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ സീറ്റ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വൈഡർ ആയിട്ടുള്ള സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സീറ്റ് അത്യാവശ്യം വൈഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വിങ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. തൈ സപ്പോർട്ട് ഒരു പൊടിക്ക് കുറവാണ്. പക്ഷേ ഈ ഒരു കാർ ഈ ഒരു സെഗ്മെന്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വരണം. കാരണം പ്രൈസ് ഓവറായി പോയി കഴിഞ്ഞാൽ ആ ഒരു വേറൊരു സെഗ്മെന്റിലേക്ക് പോകുമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് നോക്കാം. ഇത് AMD ആയത് കാരണം സഡൻലി പിക്ക് ചെയ്തെടുക്കുന്നുണ്ടോ വാഹനം. പിന്നെ ഇത് നമുക്ക് മാനുവലി നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ലെഫ്റ്റിലേക്ക് ഒന്ന് പുള്ളി ഇത് കൊടുത്തു കഴിഞ്ഞാൽ, ഗിയർ പുള്ളി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനം മാനുവലി ഓടിക്കാനായിട്ടും പറ്റുന്നുണ്ട്. ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണുകളിൽ ഇത് ഭയങ്കര അനായാസമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. വളരെ കൂളായിട്ട് നമുക്ക്, ചെറിയൊരു വണ്ടിയല്ല, ഇത് നമുക്കിങ്ങനെ ഇട്ട് കളിക്കാനായിട്ട് പറ്റും. ചെറിയ വണ്ടിയാണ്, സ്പേസ് ഒക്കെ അത്യാവശ്യം ഇതില്ലേ, ചെറിയ സ്പേസുകളിൽ പോലും നമുക്ക് ഇത് കുത്തിക്കയറ്റി എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ടൗണിലെ ബ്ലോക്കുകളിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വെട്ടിച്ച് നമുക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു മോഡലായത്. അതിൻ്റെ ഒരു കോമ്പാക്ട് സൈസാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമുക്കത് ബ്രേക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ആളില്ലാത്ത സമയം നോക്കിയിട്ട് നോക്കാം. ഇപ്പം ഏകദേശം ഉള്ള ഒരു 40-45 കിലോമീറ്റർ സ്പീഡ് ഉണ്ട്. ഒന്ന് പുഷ് ചെയ്യണേ. പെട്ടെന്ന് തന്നെ ആ റെസ്പോൺസ് നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രാജുവലി ഇതിന്റെ പവർ കയറി വരുന്നുണ്ട്. അതേപോലെ തന്നെ പവർ മോഡിപ്പ് അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഈ 1000 cc വെച്ച് ഓടിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് പവർ മോഡിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വണ്ടിക്ക് വരുന്നില്ല കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കാറാണ്. അതേപോലെ തന്നെ മൈലേജ് 20-ന് മുകളിൽ മൈലേജ് അത് ഡാം ഷുവറായിട്ട് കിട്ടും. അതായത് ഒരു പവർ കൂടിയൊരു ബൈക്ക് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന മൈലേജ് AC-യിൽ നമുക്ക് 5 പേർക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ് എക്സ്പ്രസോയുടെ ബെനിഫിറ്റ്. ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഞാൻ പറഞ്ഞല്ലോ 180 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൂടുള്ള റഫ് റോഡുകളെല്ലാം തന്നെ ഈസി ആയിട്ട് ഇതിന്റെ അടി തട്ടാതെ തന്നെ ഈ ഒരു വാഹനം കയറി ഇറങ്ങി പോകും എന്നതാണ് എക്സ്പ്രസോയുടെ ഏറ്റവും വലിയ പ്രത്യേകത.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും എക്സ്പ്രസോ എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ദെൻ നിങ്ങൾ വണ്ടി വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഡസ് മോട്ടോഴ്സിൻ്റെ കോൺടാക്ട് നമ്പേഴ്സ് ഞാൻ കൊടുത്തേക്കാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡീലറാണ് മാരുതി സുസുക്കിയുടെ ഇൻഡസ് മോട്ടോഴ്സ് എന്ന് പറയുന്നത്. സോ ഇൻഡസ് മോട്ടോഴ്സിൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ ബൈ.